ഹലോ ഗൈസ്, ഇന്നൊരു ഡ്രോയിങ് വീഡിയോ ആണ്. ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു സ്കെച്ച് ബുക്ക് അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ആ ബുക്കിലുള്ളൊരു ഡ്രോയിങ് ആണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പം ഇത് ഈ ബുക്കിലത്തെ ഫസ്റ്റ് ഡ്രോയിങ് അല്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വേറൊരു 4 വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത്തെ 5th ഡ്രോയിങ് ആണിത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം വരയ്ക്കുമ്പം നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇങ്ങനത്തെ വീഡിയോസ് വേണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താണ് അടുത്ത ഡ്രോയിങ് ചെയ്യേണ്ടതെന്നും കൂടി ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അതൊക്കെ. അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു പിക്ചർ നമ്മളിങ്ങനെ വിചാരിച്ച് അത് വരച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പിക്ചർ റെഫറൻസിലെടുത്തിട്ട് അത് നോക്കിയാണ് വരയ്ക്കാറ്. എനിക്കങ്ങനെ നോക്കി വരയ്ക്കുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടൊരു പിക്ചർ കിട്ടാറ്. അപ്പോൾ ഞാനിത് പിൻട്രസ്റ്റിൽ പോയിട്ട് സീനറിയാണ് വരയ്ക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ സീനറി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ വാട്ടർ കളർ ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുമ്പുള്ളതൊക്കെ ഒരെണ്ണം വാട്ടർ കളർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആൽക്കഹോൾ മാർക്കേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ വാട്ടർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വാട്ടർ കളർ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. അപ്പം അത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ സെക്കൻഡ് വാട്ടർ കളർ ഡ്രോയിങ് ആണ്. അപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ഇതാണ് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ട്. നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് വരച്ച് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമുക്ക് ആ പിക്ചറിൻ്റെ ബ്യൂട്ടി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഞാൻ ഡോംസിൻ്റെ വാട്ടർ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റേഷനറി സ്റ്റോഴ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിന് 25 രൂപയുള്ളൂ ഈ വാട്ടർ കളറിന്. അപ്പം അതാദ്യം ഇതൊരു ബീച്ച് സൈഡിൽ നിൽക്കുന്ന ഒരു വീടാണല്ലോ. അപ്പോൾ ആ ബീച്ചിന് ആദ്യം കളർ കൊടുത്തു. ഒരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്, സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളർ ചെയ്തെടുക്കുകയാണ്. ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഡാർക്ക് ബ്രൗൺ ആണ് ആക്കിയിട്ടുള്ളത്. പിന്നെ വാട്ടർ കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യണോ അതിനനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് കളറിൻ്റെ വേരിയേഷൻസ് വരാം. അപ്പോൾ പിന്നെ ഞാൻ റൂഫാണ് കൊടുത്തത്. റൂഫിനൊരു ഓറഞ്ച് കളർ കൊടുത്തു. പിന്നെ ഞാൻ ബാക്കിയൊക്കെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ സ്കൈക്ക് കളർ കൊടുക്കുകയാണ്. ഇതൊരു ഭയങ്കര ഡാർക്കും അല്ല എന്നാൽ ലൈറ്റും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ഞാൻ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന പിക്ചർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ ടാബിൽ ഒരു പിക്ചർ കാണാം. അതാണ് ഞാൻ റെഫറൻസായി എടുത്ത പിക്ചർ. പക്ഷേ എക്സാക്ട്ലി അതുപോലെയല്ല വരച്ചിട്ടുള്ളത്. ഞാൻ എൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ബാക്കിലൊരു പിങ്ക് കളർ മൗണ്ടെയിൻ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ചേഞ്ചസൊക്കെ കൊടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പം ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരുടെ എക്സാംസൊക്കെ കഴിഞ്ഞോ, എക്സാംസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.